ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. വിവിധ ജില്ലകളിൽ കനത്ത നാശനഷ്ടങ്ങൾ. നദികളിൽ ജലനിരപ്പ് ഉയർന്നു. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും മറക്കരുത്. സംസ്ഥാനത്ത് കനത്ത മഴയും ശക്തമായ കാറ്റും തുടരുകയാണ്. അടുത്ത 5 ദിവസത്തേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടെയും ശക്തമായ കാറ്റോടെയും മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ ഗുജറാത്തിനു മുകളിൽ നിലവിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്നതും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇത് ന്യൂനമർദ്ദമായി ശക്തിപ്പെടാനും സാധ്യതയുണ്ട്. ഇതിന്റെ ഫലമായി മഴയുടെ തീവ്രത വടക്കൻ കേരളത്തിലേക്കും പടർന്നേക്കും. മഴയും കാറ്റും മൂലം കോഴിക്കോട് നഗരത്തിൽ അടക്കം പല ഭാഗങ്ങളിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന്റെ ഗ്ലാസ് ഡോർ ശക്തമായ കാറ്റിൽ തകർന്നുവെങ്കിലും ആർക്കും തന്നെ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. ഇടുക്കിയിലെ കൊന്നത്തടിയിൽ കാറ്റിൽ മരവീട് തകർന്നു. കോട്ടയം, വയനാട്, പാലക്കാട് ജില്ലകളിലും കാറ്റ് വീശി വൻ നാശം വിതച്ചു. വൈക്കത്ത് വ്യാപകമായി കാടുകൾ തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. കനത്ത മഴയെ തുടർന്ന് പെരിയാർ നദിയിൽ ജലനിരപ്പ് ഉയർന്നു. ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിയതോടെ നദീതീരത്തുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാസർഗോഡ്, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലും ചെറിയ തോതിൽ വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും വിവിധ ജില്ലകൾ അടിയന്തര ഘട്ടത്തിനായി സജ്ജമാക്കുന്ന നടപടികളിലുമാണ്. ജനങ്ങൾ ആവശ്യമില്ലാതെ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുകയാണ്. കണ്ണൂർ ജില്ലകളിലും മഴ ശക്തമായതോടെ പലയിടങ്ങളിലും വെള്ളം കയറി. കാസർഗോഡ് മൊഗ്രാൽ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ രൂക്ഷമായതോടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരിലും ആലപ്പുഴയിലും കടലാക്രമണം ശക്തമാണ്. കാസർഗോഡ് നിരവധി വീടുകളിൽ വെള്ളം കയറി. ജില്ലയിലെ പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ദേശീയപാതയിൽ ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലും ഉണ്ടായി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനു സാധ്യതയുണ്ടെന്നും ഗുജറാത്ത് തീരത്തെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറിയേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കുമരകം 5-ാം വാർഡിൽ കണ്ണാടിച്ചാൽ പാടത്തിന്റെ തുരുത്തിലെ കുന്നക്കാട് കുര്യാക്കോസിന്റെ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. അടുക്കളയിൽ ഉണ്ടായിരുന്ന വീട്ടുപകരണങ്ങൾ ഉപയോഗശൂന്യമായി. വീടിന്റെ സമീപത്ത് നിന്ന വലിയ മാവ് കടപുഴകി. വീടിന്റെ ചുറ്റുപാടും വെള്ളം കയറിക്കിടക്കുകയാണ്. ഈ സമയം കുര്യാക്കോസും ഭാര്യയും വീട്ടിലുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. കുമരകം 6-ാം വാർഡിൽ ഇടവട്ടം പാടത്തിനുള്ളിൽ താമസിക്കുന്ന 2 കുടുംബങ്ങളുടെ വീടിന്റെ മേൽക്കൂര കാറ്റെടുത്തു. ചാവേച്ചേരിൽ വല്യാറ തങ്കമ്മ സുധൻ, തെക്കേത്തറ ബാബു എന്നിവരുടെ വീടുകളുടെ മേൽക്കൂരയും പറന്നുപോയി. വാർഡ് 14-ൽ മാടക്കശ്ശേരിയിൽ വീട്ടിൽ തമ്പിയുടെ വീടിന്റെ മുകളിലേക്ക് സമീപവാസിയുടെ പറമ്പിലെ ആഞ്ഞിലി മരം വീണു. വീടിനും വീട്ടുപകരണങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. അടുക്കളയും ബെഡ്റൂമും പൂർണ്ണമായും തകർന്നു. പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക.